അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രളയത്തിലൊടുങ്ങിയ നൂഹ് നബിയുടെ ജനത ഓർമ്മയിൽ നിന്ന് പോലും പടിയിറങ്ങി. ജൂദി മലയിൽ തടഞ്ഞു നിന്ന കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്ന മകൻ സാം പുതിയ ജീവിതം തുടങ്ങി. ആ പരമ്പരയിലാണ് യമനിലെ മലനിരകളിൽ കൂറ്റൻ രമ്യഹർമ്മ്യങ്ങളുണ്ടാക്കി ആഡംബര ജീവിതം നയിച്ചിരുന്നവരിൽ ആദ് സമൂഹം പിറവികൊള്ളുന്നത്. ആദുകാർ ആജാനുബാഹുക്കളായിരുന്നു. ശക്തിയിലും മറ്റും അവരെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല. സമ്പന്നരായ അവർ ഉന്നത സ്ഥാനങ്ങളിൽ ആകാശചുംബികളായ കൊട്ടാരങ്ങൾ പണിത് ധനം ദുർവ്യയം ചെയ്തു. പ്രതാപത്തിൻ്റെയും അന്തസ്സിൻ്റെയും പേരിൽ അവർ പെരുമ നടിച്ചു. അജയ്യം എന്ന് അവർ കരുതിയ ശക്തിയിൽ അഹങ്കാരവും കാണിച്ചു. അള്ളാഹുവാണ് അവരെക്കാൾ ശക്തൻ എന്ന വസ്തുത പോലും ആദ് ജനത മറന്നു. ഇവർക്കിടയിലേക്കാണ് അവരുടെ സഹോദരൻ ഹൂദ് പ്രബോധന ദൗത്യവുമായി എത്തുന്നത്. സമൂഹത്തിൻ്റെ ആഡംബരത്തിനും അഹങ്കാരത്തിനും നേരെയല്ല ആദ്യം ഹൂദ് നബി അലൈഹിസ്സലാം വിരൽ ചൂണ്ടിയത്, മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തത്തിലെ പിഴവിനെതിരായിരുന്നു. എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവിൻ, അവനല്ലാതെ ആരാധന നിങ്ങൾക്കില്ല. നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അഹങ്കാരത്തിൻ്റെ മനുഷ്യരൂപങ്ങളായ ആദ് പ്രമാണിമാരുണ്ടോ ഹൂദിനെ ശ്രദ്ധിക്കുന്നു? നബി അലൈഹിസ്സലാം അവർ അദ്ദേഹത്തെ വിഡ്ഢിയും വ്യാജനുമാക്കി. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു കൊണ്ടിരുന്നതിനെ ഉപേക്ഷിക്കാൻ പറയുകയാണോ നീ എന്നായിരുന്നു ആദ്യകാരുടെ ആക്രോശം. താമസിക്കുക എന്നതിനപ്പുറം പ്രതാപവും പെരുമയും കാണിക്കുന്നതിനായി പടുകൂറ്റൻ വീടുകൾ നിർമ്മിച്ച് പരസ്പരം മത്സരിച്ചിരുന്ന ആദ്യകാരുടെ പ്രവണതയ്ക്കെതിരെയും ഹൂദ് നബി അലൈഹിസ്സലാം വിരൽ ചൂണ്ടി. വിനോദങ്ങൾക്കായി കുന്നിൻ ചെരുവുകളിൽ നിങ്ങൾ ആകാശക്കോട്ടകൾ പണിയുകയാണോ? കാലാകാലം നശിക്കാനാണോ ഈ വൻ വീടുകൾ നിങ്ങൾ പണിയുന്നത്? മുൻഗാമി നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെ ഹൂദും തൻ്റെ സമൂഹത്തിൻ്റെ ഗതിയിൽ വേദനിച്ചു. സൂറത്ത് അഅറാഫ്, ഹൂദ്, മുഅ്മിനൂൻ, ശുഅറാ തുടങ്ങിയ 12ലധികം അധ്യായങ്ങളിൽ ഹൂദ് നബി അലൈഹിസ്സലാമും തൻ്റെ സമൂഹവും തമ്മിലുള്ള തർക്കങ്ങൾ ഖുർആൻ വിവരിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതിഫലമായി ഒന്നും ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവാണ് നൽകുക. ചെയ്തു പോയ പാപങ്ങൾക്ക് മോചനം തേടുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. സമൂഹമേ, എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും, നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു തരും. ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. മർക്കടമുഷ്ടിയോടെ പ്രവാചകനെ എതിർക്കുകയാണ് ആദുകാർ ചെയ്തത്. ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്ന പ്രശ്നമേയില്ല, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല. പ്രബോധനം സംവത്സരങ്ങൾ നീണ്ടു. ഒടുവിൽ ഹൂദ് നബി അലൈഹിസ്സലാം അവർക്ക് മുന്നറിയിപ്പ് നൽകി. ഭ്രംശത്തിൽ അടിയുറച്ചു നിലകൊണ്ട ജനവിഭാഗത്തെ നശിപ്പിച്ചാണ് അള്ളാഹു നിങ്ങളെ പകരം കൊണ്ടുവന്നത്. അതേ വഴി പിന്തുടർന്നാൽ നിങ്ങൾക്ക് പകരം മറ്റൊരു ജനതയെ അവൻ കൊണ്ടുവരും. മുന്നറിയിപ്പിന് പിന്നാലെ അള്ളാഹുവിൻ്റെ ശിക്ഷാസൂചനയുമെത്തി. അറിയുക, ഹൂദിൻ്റെ ജനതയായ ആദിനെ നാശം. പിന്നീട് ദുരിത ദിനങ്ങൾ വരവായി. അതിലൊന്നിൽ ഹുങ്കാര ശബ്ദവുമായി സർവസംഹാരിയായ കാറ്റുമെത്തി. ആദിലെ ന്യൂനാൽന്യൂനപക്ഷമായ വിശ്വാസിവൃന്ദത്തെ ഒഴിച്ച് മറ്റൊന്നിനെയും കാറ്റ് വിട്ടില്ല. 7 രാത്രിയും 8 പകലും നിരന്തരം വീശിയടിച്ച കാറ്റ് താണ്ഡവമാടി. പിന്നീടുള്ള ദൃശ്യങ്ങൾ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. ആദ് ജനത ദ്രവിച്ച ഇരുമ്പ് പോലെയായി. ഉഗ്രമായ കാറ്റ് അവരുടെ നേരെ നാം അയച്ചു. കടപുഴകി വീണ ഈന്തപ്പനത്തടി കണക്കെ അത് മനുഷ്യനെ പറിച്ചെടുത്തു. നിന്റെ നാഥൻ്റെ കൽപ്പന പ്രകാരം സർവ്വതിനെയും അത് തകർത്തു കളഞ്ഞു. അവരുടെ വാസഗേഹങ്ങളല്ലാതെ മറ്റൊന്നും അവിടെ കാണപ്പെട്ടിട്ടില്ല.